ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുകയും ശക്തമായ മഴയായി രൂപാന്തരപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതിനോടൊപ്പം ചുഴലിക്കാറ്റ് ആഞ്ഞു വീശും. സെൻയാർ എന്ന് പറയുന്ന ഈ ചുഴലിക്കാറ്റ് കേരളത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. നിലവിൽ അതുകൊണ്ട് തന്നെ ഏവരും സുരക്ഷ പാലിക്കണം. കന്യാകുമാരി കടലിനും ഭൂമധ്യരേഖയ്ക്കും സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലായിട്ട് ചക്രവാത ചുഴലി നിലനിൽക്കുന്നുണ്ട്. കൂടാതെ സംസ്ഥാനത്ത് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് മഴ കനക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വടക്ക് പടിഞ്ഞാറേക്ക് ന്യൂനമർദ്ദം നീങ്ങാനും തെക്കിഴക്ക് ബംഗാൾ ഉൾക്കടലിൽ ഒരു അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ നവംബർ 26-ാം തീയതി ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെടും. കൂടാതെ ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇപ്പൊ തെക്കൻ ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലാക്ക കടലിന് സമീപത്തായിട്ട് രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കന്യാകുമാരി കടൽ, ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള പ്രദേശം, ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലുള്ള മേഖല, ഇവിടങ്ങളിലൊക്കെ തന്നെ ചക്രവാത ചുഴിയുടെ സാന്നിധ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുകയാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് സഞ്ചരിച്ച് ഏതാണ്ട് 2 ദിവസം കൊണ്ട് തന്നെ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒരു തീവ്ര ന്യൂനമർദ്ദമായി മാറാം. അങ്ങനെയാണെങ്കിൽ ഈ സീസണിൽ സംഭവിക്കുന്ന 3ാമത്തെ ശക്തമായ ചുഴലിക്കൊടുങ്കാറ്റായിട്ട് മാറും. കൂടാതെ ഈ വർഷം നേരത്തെയും 1-2 ശക്തമായ ചുഴലിക്കൊടുങ്കാറ്റൊക്കെ ഉണ്ട്. മോന്ത ചുഴലിക്കാറ്റൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്പെടാൻ സാധ്യതയുള്ളതിനാൽ 48 മണിക്കൂറിനുള്ളിൽ വടക്കു പടിഞ്ഞാറൻ മേഖലയിലേക്ക് ഈ ന്യൂനമർദ്ദം സഞ്ചരിക്കും. അത് വീണ്ടും ശക്തി പ്രാപിച്ച് തെക്കൻ മേഖലയിലെ ഉൾക്കടലിൽ മഴയായി പെയ്തിറങ്ങുമെന്നാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചത്. കന്യാകുമാരി കടലിനും ഭൂമധ്യരേഖയ്ക്കും സമീപത്തുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലായിട്ട് ചക്രവാത ചുഴി രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കേരളത്തിൽ അടുത്ത 5-6 ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കിടയാക്കും. മാത്രമല്ല ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും. അതുകൊണ്ട് തെക്കൻ കേരളത്തിൽ 26-ാം തീയതി വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലായിരിക്കും ഇതിൻ്റെ തീവ്രത ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. അറബിക്കടൽ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ ആ ഭാഗത്തേക്ക് നീങ്ങുന്ന ഈ ന്യൂനമർദ്ദം പിന്നീട് ബംഗാൾ ഉൾക്കടലിൽ എത്തിയാൽ അവിടെയുള്ള ന്യൂനമർദ്ദവുമായി ചേർന്ന് ശക്തമായ ചുഴലിക്കാറ്റായിട്ട് രൂപാന്തരപ്പെടും. ഇതൊരു വലിയ പ്രതിഭാസമായി മാറുമെന്നാണ് പറയുന്നത്. ഈ പസഫിക്കിലും മറ്റും സംഭവിക്കാറുള്ള ഫുജിയാര എന്ന് പറയുന്ന ഒരു പ്രതിഭാസമായിട്ട് ഇത് മാറാം. അങ്ങനെ ബംഗാൾ ഉൾക്കടലിൽ വലിയൊരു ന്യൂനമർദ്ദം രൂപം കൊള്ളുകയും പസഫിക്കിലും മറ്റും സംഭവിക്കുന്നത് പോലെയുള്ള ഒരു ഫ്യുജിയാര പ്രതിഭാസം ഇവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനത്താൽ കിഴക്കൻ മേഖലയിൽ ശക്തമായ കാറ്റ് വീശിയടിക്കുമെന്നാണ് പറയുന്നത്. തെക്കൻ കേരളത്തിലേക്ക് ഇത് എത്താൻ വളരെ എളുപ്പം സാധിക്കും. കാരണം തെക്കൻ കേരളത്തിനടുത്താണ് ഈ ന്യൂനമർദ്ദങ്ങളെല്ലാം രൂപപ്പെട്ടത്. കൂടാതെ 50 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശിയടിക്കാൻ സാധ്യതയുണ്ട്. മഴ കനത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടവരൊക്കെ തന്നെ എത്രയും വേഗം കരയിലേക്ക് വരാനുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കന്യാകുമാരി, ഗൾഫ് ഓഫ് മാന്നാർ, തമിഴ്നാട് തീരം, ശ്രീലങ്കൻ തീരം, ആൻഡമാൻ കടല്, തെക്കൻ അറബിക്കടൽ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ഈ തീവ്ര ന്യൂനമർദ്ദം ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. കടുത്ത കാറ്റും വീശാനുള്ള സാധ്യതയുണ്ട്. 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശി അടിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്നും നാളെയും ഒക്കെ തന്നെ ഈ കടലിൻ്റെ തീരത്ത് താമസിക്കുന്നവർ കടുത്ത ജാഗ്രത പുലർത്തണം, മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ കനത്ത മഴയും കൊടുങ്കാറ്റും ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അതിജീവിക്കുക അത്ര എളുപ്പമായിരിക്കില്ല. ഈ സെൻയാർ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് ഏത് നിമിഷവും ശക്തി പ്രാപിക്കാമെന്നും പരമാവധി 90 കിലോമീറ്റർ വരെ വേഗത്തിലേക്ക് എത്താമെന്നുമാണ് നിലവിലുള്ള നിർദ്ദേശം. അതായത് ഇപ്പോൾ 55 മുതൽ 65 കിലോമീറ്റർ വരെ ഈ ചുഴലിക്കാറ്റിന് വേഗത ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നതെങ്കിലും മഴ കനക്കുന്നതോടുകൂടി അത് 90 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശി അടിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ആൻഡമാൻ ഉൾക്കടലിൽ 60 മുതൽ 80 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റുണ്ടാകാനുള്ള സാധ്യതയും നേരത്തെ മുന്നറിയിപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാർ ഉൾപ്പെടെ തിരിച്ച് കരയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും കിഴക്കൻ കാറ്റും ശക്തമായതോടുകൂടി ഈർപ്പ പ്രവാഹത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത അത് കൂടി വരികയാണ്.
തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകരും ജാഗ്രത പാലിക്കണം. കാരണം മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. പമ്പയിലും ശബരിമലയിലും സന്നിധാനത്തുമെല്ലാം തന്നെ കനത്ത മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ എന്ന് പറഞ്ഞാൽ കേരളത്തെ പൂർണ്ണമായും വെള്ളത്തിലാക്കാനുള്ള ശക്തി ആ മഴയ്ക്കുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല 35 മുതൽ 45 കിലോമീറ്റർ വേഗത്തിൽ വരെ വീശിയടിക്കുന്ന കാറ്റ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളുമെല്ലാം കടുത്ത ജാഗ്രത പുലർത്തണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനത്താൽ കിഴക്കൻ കാറ്റും ഇപ്പോൾ ശക്തമായി തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് വൈകുന്നേരങ്ങളിൽ കനത്ത മഴയാണ് ഈ തെക്കൻ ജില്ലകളിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലും അനുഭവപ്പെടുന്നത്. ഈ മഴ എന്ന് പറയുന്നത് ഏതാണ്ട് മണിക്കൂറുകളോളം നിന്ന് പെയ്യുന്ന രീതിയിലാണ് മഴയുടെ ഒരു സാന്നിധ്യം ഉണ്ടായത്. ഇതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ രൂപം കൊണ്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടുതൽ ശക്തമാകുമ്പോൾ മാത്രമേ തമിഴ്നാട് ആന്ധ്ര തീരത്തേക്ക് പോകുമോ അല്ലെങ്കിൽ വടക്കൻ മേഖലയിലേക്ക് പോകുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തതയുള്ളൂ. എന്തായാലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ കടലിനോട് സമീപം താമസിക്കുന്ന ആളുകൾ, മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളൊക്കെ തന്നെ ഇനിയുള്ള 2 ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. കാരണം ബംഗാൾ ഉൾക്കടലിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയടിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ അറബിക്കടലിൽ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ വരെ ഈ ന്യൂനമർദ്ദം ചക്രവാത ചുഴിയായി മാറാനും അവിടെ നിന്ന് കനത്ത മഴയായിട്ട് അത് രൂപാന്തരപ്പെടാനുള്ള സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ 2 ന്യൂനമർദ്ദങ്ങൾ ഒന്നിച്ചു ചേർന്ന അപൂർവ പ്രതിഭാസം ഉണ്ടാകാമെന്നും പറയുന്നുണ്ട്. എന്തായാലും സിംഹമെന്നർത്ഥമുള്ള ഈ സെൻയാർ ചുഴലിക്കാറ്റ് വീശി അടിക്കുന്നത് കേരളത്തിന് മുമ്പെങ്ങും ഉണ്ടാകാത്ത വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ ശക്തിയുള്ള കാറ്റ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ മഴ കനക്കുമെന്നും അതിനെ അതിജീവിക്കാൻ വേണ്ടി അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രത്യേക ക്യാമ്പുകൾ വേണം അല്ലെങ്കിൽ ക്യാമ്പുകൾ സ്ഥാപിക്കണമെന്നൊക്കെയുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പുകൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചായിരിക്കും സംസ്ഥാനം അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത്, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്നുള്ള തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ 65 മുതൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയടിക്കാം. അത് കൂടി വന്നാൽ 75 മുതൽ 85 കിലോമീറ്റർ വരെ വേഗത്തിലേക്ക് മാറാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഉണ്ടായാൽ ഒരു ചുഴലിക്കാറ്റ് കേരള തീരങ്ങളിൽ കനത്ത നാശം വിതയ്ക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലൊക്കെ തന്നെ കനത്ത മഴയ്ക്കും ഈ സെൻയാർ ചുഴലിക്കാറ്റ് വീശി അടിക്കുന്നതിനുമുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ ന്യൂനമർദ്ദം അതിതീവ്ര മർദ്ദമായി മാറിക്കഴിഞ്ഞ് മാത്രമേ എവിടെയാണ് കര തൊടുന്നത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ. എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയതിനാൽ കടലിന് സമീപത്ത് താമസിക്കുന്നവർ, തീരദേശ മേഖലയിൽ താമസിക്കുന്നവരൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്തണം. എന്തായാലും കേരളത്തെ ചുഴറ്റി എറിയുന്ന തരത്തിലുള്ള ഒരു കൊടുങ്കാറ്റും മഴയും ഒന്നും സംഭവിക്കരുത് എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.